കോൺഷ്യസ് പേരന്റിംഗ് എന്നത് കുട്ടിയുടെ ഉള്ളിൽ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം വിതയ്ക്കുക എന്നതാണ്. മോനെ, നീ ചെയ്യുന്ന ജോലി നിന്റെ കാര്യം മാത്രമല്ല. ഒരു ദിവസം നീ ആരെയെങ്കിലും സേവിക്കേണ്ട സാഹചര്യം വന്നാൽ നിന്റെ കയ്യിൽ ഒരാളുടെ ആരോഗ്യമായിരിക്കും പ്രവർത്തിക്കേണ്ടി വരിക. ആ ആളുടെ ആരോഗ്യത്തിന്റെ 100% ഉത്തരവാദിത്വം നീ ഡോക്ടറായാൽ നിന്റെ കയ്യിൽ തന്നെയാണ്. അല്ലാതെ നിനക്ക് നല്ല ശമ്പളം കിട്ടാനുള്ള ജോലിക്ക് വേണ്ടിയല്ല നീ ഡോക്ടർ ആവേണ്ടത്. കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം എങ്ങനെ. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, ബോധപൂർവമുള്ള പേരന്റിംഗ് ടെക്നിക്കുകളിലൂടെ. നിന്റെ കയ്യിൽ ഒരാളുടെ സമയം എത്തിയേക്കാം. നീ ഒരു ഓഫീസർ ആണെങ്കിൽ പറയുന്ന കാര്യം പറയുന്ന സമയത്ത്, അവരോട് വാക്ക് പറയുന്ന സമയത്ത് നടത്തി കൊടുക്കണം. അതിനായി പലതവണ പ്രായമായ ആളുകളെ അവിടെ ഓഫീസിൽ വരുത്തേണ്ടതില്ല. നിന്റെ കയ്യിൽ മറ്റൊരാളുടെ പണം വന്നെന്നിരിക്കും. പക്ഷേ ആ പണം കൃത്യമായി മാനേജ് ചെയ്യാൻ നീ പഠിക്കണം. അപ്പോൾ കുട്ടി ഒരിക്കലും ബാങ്കുകളിൽ തട്ടിപ്പുകൾ കാണിക്കില്ല. നിന്റെ കയ്യിൽ മറ്റൊരാളുടെ ഭാവി ഉണ്ടായേക്കാം. അപ്പോൾ നിനക്ക് സത്യസന്ധമായി പെരുമാറാൻ അറിയണം. ഈ സീഡ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു കുഞ്ഞ് വീട്ടിൽ വളരുമ്പോൾ അവൻ കാണുന്നതാണ് നാളെ അവൻ ചെയ്യുന്നത്. വീട്ടിൽ അച്ഛൻ പറഞ്ഞാൽ ആരും കാണില്ല, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പോയാൽ കുട്ടി അത് തന്നെയായിരിക്കും ആവർത്തിക്കുക. പുറത്ത് നല്ലതായി കാണിച്ചാൽ മതി, ഉള്ളിൽ എന്തായാലും കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞാൽ കുട്ടി അത് തന്നെയായിരിക്കും ചെയ്യുക. പുറത്തെ അപ്പിയറൻസ് മാത്രം നോക്കും. ഇതെല്ലാം കാണുന്ന ഒരു ശക്തി, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ശക്തി ഈ പ്രകൃതിയിലുണ്ട്. കാലം അതൊരു ബൂമറാങ്. ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സമാധാനമായിട്ടൊന്ന് രാത്രിയിൽ കിടന്നുറങ്ങാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വാല്യൂ. ഒരു വാല്യൂ പ്രൊവൈഡർക്ക് അത് ചെയ്യുവാൻ എളുപ്പമാണ്. സമാധാനത്തോടെ എല്ലാ ജോലിയും കൃത്യമായി ചെയ്തിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. വീട്ടിൽ കുട്ടി കാണുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളെ കളിപ്പിക്കുന്നതാണ് എങ്കിൽ നാളെ അവന് ബിസിനസ് എന്നത് വാല്യൂ ക്രിയേഷൻ അല്ല, കബളിപ്പിക്കലാണെന്ന് തോന്നും. വീട്ടിൽ കുട്ടി കാണുന്നത് മുതിർന്നവരെ ബഹുമാനിക്കാത്ത സംസ്കാരമാണെങ്കിൽ നാളെ പെൻഷൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധന്റെ കഷ്ടപ്പാട് അവൻ ഒരിക്കലും കാണാൻ കഴിയില്ല. വീട്ടിൽ കുട്ടി കാണുന്നത് ഭക്ഷണത്തെ ബഹുമാനിക്കാത്ത ഒരു സംസ്കാരമാണെങ്കിൽ നാളെ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ആരോഗ്യത്തിന് അവൻ വേണ്ടത്ര പരിഗണന കൊടുക്കില്ല. വീട്ടിൽ കുട്ടി കാണുന്നത് ജോലി പൂർത്തിയാക്കാതെ പണം വാങ്ങുന്ന ശീലമാണ് എങ്കിൽ നാളെ അവനും ചെയ്യുന്ന തൊഴിലിൽ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് വീടിന് വേണ്ടി മാത്രമല്ല, അമ്മയ്ക്ക് വേണ്ടിയല്ല, അച്ഛനു വേണ്ടിയല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ കുഞ്ഞ് നാളെ ആരാകുമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. ഒരുപക്ഷെ അവൻ ഡോക്ടറായേക്കാം, ടീച്ചറായേക്കാം, എഞ്ചിനീയർ ആയേക്കാം, നേഴ്സായേക്കാം, ഗവൺമെന്റ് ഓഫീസർ ആവാം, ബിസിനസ് ഓണർ ആവാം, ഡ്രൈവർ ആവാം, കർഷകനാവാം, ആർട്ടിസ്റ്റ് ആവാം, ലീഡർ ആവാം, ഏത് തൊഴിലുമാവാം, മന്ത്രിമാരാവാം. പക്ഷെ ഏത് തൊഴിൽ ചെയ്താലും കുട്ടികളുടെ ഉള്ളിൽ 3 കാര്യങ്ങളുടെ സീഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് വളർന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ശരിയായിരിക്കും, സമൂഹത്തിന് വേണ്ടിയായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ പ്രസവിച്ച കുട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ കുട്ടി നിങ്ങളുടേതല്ല എന്ന് പറയുന്നത്. സമൂഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൃത്യമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് കോൺഷ്യസ് പേരന്റിംഗ്. കുട്ടി 3 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് മറ്റൊരാളുടെ ജീവിതവുമായി ബന്ധമുണ്ട് എന്ന ബോധം. ഞാൻ വാങ്ങുന്ന പണത്തിന് വാല്യൂ നൽകണം എന്ന സത്യസന്ധത. എൻ്റെ മുന്നിലുള്ള മനുഷ്യൻ ഒരു ഫയൽ നമ്പരല്ല, ഒരു ജീവനാണ് എന്ന കരുണ. ഈ 3 സീഡുകൾ വിടേണ്ടത് ചൈൽഡ്ഹുഡിലാണ്. അതുതന്നെയാണ് ലെറ്റ്യൂഡ് കോൺഷ്യസ് പേരന്റിംഗ്. ഇന്നത്തെ പല പേരൻസും പേരന്റിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഇതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? കുട്ടി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അയലത്തെ കുട്ടിയെ തോൽപ്പിക്കണം, ക്ലാസ്സിൽ 1ാം സ്ഥാനം നേടണം,
നല്ല സ്കൂളിൽ പോകണം, മൊബൈൽ കുറയ്ക്കണം, പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. പക്ഷേ കോൺഷ്യസ് പേരൻറ്റിങ് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. കോൺഷ്യസ് പേരൻറ്റിങ് ചോദിക്കുന്നത് ഇതാണ്: എൻ്റെ കുട്ടി നാളെ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു മനുഷ്യനായി വളരുന്നുണ്ടോ? എൻ്റെ കുട്ടിക്ക് സ്വന്തം ജോലി സത്യസന്ധമായി ചെയ്യാൻ അറിയാമോ? അവൻ പഠിക്കുന്നുണ്ടോ? അവൾ ചെയ്തു നോക്കുന്നുണ്ടോ? കുട്ടിക്ക് മറ്റൊരാളുടെ വേദന കാണാൻ അറിയുമോ? കുട്ടിക്ക് പണം വാങ്ങുമ്പോൾ വാല്യൂ നൽകേണ്ടതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ടോ? കുട്ടിക്ക് മുതിർന്നവരെയും കുട്ടികളെയും രോഗികളെയും ഉപഭോക്താക്കളെയും സഹപ്രവർത്തകരെയും മനുഷ്യരായി കാണാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു പാഠം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നുണ്ടോ? ഇവയൊക്കെ പഠിപ്പിക്കാൻ വലിയ ലെക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ ഓരോ ചെറിയ ടിപ്പുകൾ മതി. നമ്മുടെ കുഞ്ഞ് ഇതിനൊപ്പം പൊയ്ക്കോളും. വീട്ടിൽ ഫുഡ് വേസ്റ്റ് ചെയ്യാതെ കഴിക്കുമ്പോൾ കുട്ടി റെസ്പോൺസിബിലിറ്റി പഠിക്കും. വാങ്ങിയ സാധനത്തിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വിട്ടേക്കാമെന്ന് പറയാതെ ശരിയായ രീതിയിൽ സംസാരിച്ച് കടയിൽ കൊണ്ടുപോയി ആ ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടി ജസ്റ്റിസ് പഠിക്കുന്നത്. അമ്മയോട് അപമര്യാദയായി ഒരാൾ പെരുമാറിയാൽ അമ്മ അതിന് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ടാണ് കുട്ടി മനസ്സിലാക്കുന്നത് എൻ്റെ ശരീരത്തിന് ഒരു വാല്യൂ ഉണ്ടെന്നും എൻ്റെ ശരീരം പവിത്രമാണെന്നും ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ എന്നെ സ്പർശിക്കാൻ പാടില്ലെന്നും കുട്ടി പഠിക്കുന്നത് അമ്മയുടെ ആ സമയത്തുള്ള പ്രതികരണത്തിൽ നിന്നാണ്. അത് വെറുതെ ബഹളം വെക്കുന്നതിലല്ല, കാര്യകാരണ സഹിതം പ്രതികരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ആരാണോ അമ്മയെ ഉപദ്രവിച്ചതെന്ന് വെച്ചാൽ അത് കാണുന്ന കുട്ടിക്ക് മനസ്സിലാകും എനിക്കും എൻ്റെ ശരീരത്തിനൊരു മൂല്യമുണ്ടെന്ന്, അത് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കണമെന്ന്. ചെറിയ ചെറിയ ഇടപെടലുകളായിരിക്കാം, പക്ഷേ കുഞ്ഞ് ജസ്റ്റിസാണ് ഇവിടെ പഠിക്കുന്നത്. വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരാളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കണ്ടാൽ കുട്ടിക്ക് മനസ്സിലാകും ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഒരു വൃദ്ധനെ റോഡ് ക്രോസ് ചെയ്യിക്കാൻ അച്ഛൻ സഹായിക്കുന്നത് കണ്ടാൽ കുട്ടി പഠിക്കും എമ്പതി. റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററിനോട് താങ്ക് യു പറഞ്ഞ് ഒരു ടിപ്പ് കൊടുക്കുന്നത് കണ്ടാൽ കുട്ടിക്ക് മനസ്സിലാകും നമ്മളെ സെർവ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് ആ ഒരു ചെറിയ പണം, അല്ലെങ്കിൽ അവരോടൊരു നന്ദി പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അച്ഛനും അമ്മയും തങ്ങളുടെ ജോലിയെ സത്യസന്ധമായി ചെയ്യുന്ന കണ്ടാൽ, എല്ലാ ദിവസവും ജോലിക്ക് കൃത്യമായി പോകുന്നത് കണ്ടാൽ, ഓഫീസിലെ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നത് കണ്ടാൽ കുട്ടി വർക്ക് എത്തിക്സ് പഠിക്കും. ഇതാണ് പേരൻറ്റിങ്. പേരൻറ്റിങ് എന്നത് വേർഡ്സ് അല്ല, പേരൻറ്റിങ് ഡെയിലി മോഡലാണ്. നമ്മൾ കുട്ടിയോട് പറയുന്നത് കുറച്ച് മാത്രമേ കുട്ടി കേൾക്കൂ. നമ്മൾ ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നതാണ് കുട്ടി അബ്സോർബ് ചെയ്യുന്നത്. എന്ന് വെച്ച് കുട്ടിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ നാടകങ്ങൾ കളിക്കേണ്ട കാര്യമില്ല. ഒരു പേരൻ്റ് എന്ന നിലയിൽ നമ്മൾ സ്വയം ചോദിക്കണം, എൻ്റെ കുട്ടി എന്നെ കണ്ടു പഠിക്കുന്നത് എന്താണ്? എന്നും രാത്രിയിൽ ഒരു റിഫ്ലക്ഷൻ എഴുതാം. ഇന്ന് എൻ്റെ കുട്ടി എന്നെ കണ്ടു പഠിച്ചത് എന്തായിരിക്കാം? നമുക്ക് തന്നെ സെൽഫായിട്ടൊരു അവലോകനം നടത്താം. എനിക്ക് പണം കിട്ടുന്ന ജോലിയിൽ ഞാൻ സത്യസന്ധത പുലർത്തുന്നുണ്ടോ? എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? എൻ്റെ കുട്ടിക്ക് മാർക്ക് മാത്രമാണോ ഏറ്റവും വലുത്? മാർക്കിൻ്റെ വിലയാണോ ഞാൻ പഠിപ്പിക്കുന്നത്, അതോ മനുഷ്യത്വമാണോ? മനുഷ്യന് വിലയുണ്ട്, മനുഷ്യൻ്റെ വിലയും നമ്മൾ പഠിപ്പിക്കണം. ഇന്ന് സൊസൈറ്റിയിൽ നാം നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും റൂട്ട് ചൈൽഡ്ഹുഡ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ കരുണ കുറയുമ്പോൾ, ഓഫീസിൽ ഉത്തരവാദിത്തം കുറയുമ്പോൾ, സ്കൂളിൽ വാല്യൂ കുറയുമ്പോൾ, ഹോട്ടലിൽ സത്യസന്ധത കുറയുമ്പോൾ, ഒരു വർക്ക് പ്ലേസിൽ കമ്മിറ്റ്മെൻറ്റ് കുറയുമ്പോൾ, ഒരു തൊഴിലാളി കൃത്യമായി ജോലി ചെയ്യാത്തപ്പോൾ, ഒരു ഷോപ്പിൽ ട്രസ്റ്റ് കുറയുമ്പോൾ നാം കാണുന്നത് ഒരു വ്യക്തിയുടെ തെറ്റ് മാത്രമല്ല, അവരുടെ ചൈൽഡ്ഹുഡിൽ വിതച്ചതോ വിതയ്ക്കാതിരുന്നതോ ആയ വാല്യൂസിൻ്റെ റിസൾട്ടാണ്. അതിനാൽ കോൺഷ്യസ് പേരൻറ്റിങ് വീട്ടിലെ ചെറിയ വിഷയമല്ല, അത് സമൂഹ നിർമ്മാണത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ വന്നതല്ല, നിങ്ങളുടെ കുട്ടി അവരുടെ ജീവിത പദ്ധതി നടപ്പിലാക്കാൻ ഈ ഭൂമിയിൽ വന്നതാണ്. പക്ഷേ ആ ജീവിത പദ്ധതി സമൂഹത്തിന് ഗുണകരമാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ വാല്യൂസ് വേണം.
സത്യസന്ധത വേണം, കരുണ വേണം, ഉത്തരവാദിത്ത ബോധം വേണം, സ്വയം നിയന്ത്രണം വേണം, മനുഷ്യനെ ബഹുമാനിക്കുന്ന മനസ്സ് വേണം. ഇതെല്ലാം പണിയാൻ പേരൻസിന് സ്കിൽ വേണം. അതിൻ്റെ പേരാണ് കോൺഷ്യസ് പേരൻറ്റിംഗ് സ്കിൽ. കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുട്ടിയുടെ മനസ്സിലേക്ക് എന്താണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടി നോക്കണം. കുട്ടിയുടെ മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെ വളരുന്നു എന്ന് നോക്കണം. കുട്ടിയുടെ സ്കൂൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുട്ടിയുടെ ഹോം അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നോക്കണം. കുട്ടിയുടെ ഭാവിയിൽ കുട്ടി വിജയിച്ചില്ലെങ്കിൽ കുറ്റബോധം തോന്നിയിട്ടും കാര്യമില്ല. കാരണം അടിത്തറ പണിയാൻ നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു പേരൻസ്. ലെറ്റ്യൂഡ് ലേണിംഗ് ഫെസ്റ്റിവൽ സീസൺ 2 നമ്മൾ ചെയ്യുന്നത് ഇതാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, പേരൻസിനെ കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കുട്ടിക്ക് ഫോക്കസ്, സ്റ്റഡി ഹാബിറ്റ്സ്, മൊബൈൽ അവെയർനെസ്, ഫാമിലി വാല്യൂസ്, സെൽഫ് ഡിസിപ്ലിൻ, കോൺഫിഡൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നിവ ഡെയിലി പ്രാക്ടീസ് ആയിട്ട് നൽകുമ്പോഴും അതിനപ്പുറത്ത് പേരൻസിന് അവെയർനെസ്, അച്ഛൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ലേണിംഗ് കൾച്ചർ, നല്ല സമൂഹത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. കോൺഷ്യസ് പേരൻറ്റിംഗ് ആണ് ഈ ലോകത്ത് മക്കളെ വിജയിപ്പിക്കുവാൻ ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നിങ്ങളെ ഇന്നത്തെ വീഡിയോ ചിന്തിപ്പിച്ചെങ്കിൽ കമൻറ്റുകൾ എഴുതുക. അതോടൊപ്പം ഒരു ചോദ്യം കൂടി. നാളെ എൻ്റെ കുട്ടിയുടെ കയ്യിൽ മറ്റൊരാളുടെ ജീവിതം, സമയം, പണം, ആരോഗ്യം, ഭാവി എന്നിവ വന്നാൽ എൻ്റെ കുട്ടി സത്യസന്ധമായി പെരുമാറുമോ? ലെറ്റ്യൂഡിൻ്റെ ലേണിംഗ് ഫെസ്റ്റിവൽ സീസൺ 2 പങ്കെടുക്കുവാൻ താല്പര്യമുള്ള സീരിയസ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് 8921003867 എന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉണ്ട്. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു മെസ്സേജ് പേരൻറ്റിങ്ങിനുള്ളത് അവിടെ തന്നിരിക്കും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.